ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ലഞ്ച് പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ കുവൈത്തിൽ നോൺ വെജ് മാത്രമല്ല വെജ് പ്യുവർലി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഫാഹിലാണ്. അപ്പോൾ ഇതാണ് ആഹാർ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇതിനകത്തോട്ട് കയറി നോക്കാം എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. പറയാതിരിക്കാൻ വയ്യ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു ഇതിനകത്ത്. പിന്നെ എന്താ കഴിക്കേണ്ടതെന്നുള്ളത് നമ്മളെപ്പോഴും കൺഫ്യൂഷനായിരുന്നു. കാരണം ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. സദ്യയൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് നോർമൽ റെസ്റ്റോറൻറ്റിൽ പോയാൽ മതിയായിരുന്നല്ലോ. പിന്നെ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ കിട്ടി നമുക്ക് താലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ താലിയും സൗത്ത് ഇന്ത്യൻ താലിയും ഉണ്ട് ഇവിടെ. അപ്പോൾ രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നോർത്ത് ഇന്ത്യൻ താലി, പിന്നെ ഇതാണ് സൗത്ത് ഇന്ത്യൻ താലി. സൗത്ത് ഇന്ത്യൻ താലിയിൽ നമ്മുടെ നോർമൽ പയറുപ്പേരി, സാമ്പാർ, പിന്നെ വേറെ എന്തൊക്കെ വെജിറ്റബിൾ കറി അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ താലിയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടി, കോളിഫ്ലവർ, വെജിറ്റബിൾ സാലഡ്, അച്ചാർ, കേസരി, ദാൽ കറി, പനീർ കറി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഷുഗർ കട്ടാന്ന് ഞാൻ സ്വയം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേസരിയും ലഡുവും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കഴിക്കാതിരിക്കാൻ തോന്നുക? ഒന്നത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഷുഗർ കുറവായിരുന്നു. അതിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം, പിന്നെ കോളിഫ്ലവറിൻ്റെ ആ ഒരു പക്കാവട, അതെല്ലാം നമ്മൾ കഴിച്ചു നോക്കി. അതെല്ലാം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സാധനം മറ്റേ ചോറ് വരുമ്പോൾ തിന്നാനുള്ളതല്ലേ ഈ സ്പൂണ്. ഇത്രയും വലിയ വൃത്തിയാണ് ഗായ്സ്. പിന്നെ ഈ രണ്ട് താലിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ താലിക്ക് ബാസ്മതി റൈസും സൗത്ത് ഇന്ത്യൻ താലിക്ക് പൊന്നി റൈസും ആണ് ഉണ്ടായിരുന്നത്. പനീർ കറി എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല, പക്ഷേ ദാൽ കറി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അപ്പുറത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ കുറച്ച് അടിച്ചുമറ്റി കഴിച്ച് നോക്കിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റ് താല് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. കാരണം റൊട്ടി, റൈസ്, കേസരി, വെള്ളം എല്ലാം കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എണീക്കാൻ പറ്റാണ്ടായി. കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ എണീറ്റുള്ളൂ അവിടെ നിന്ന്. ഇതിനു മുന്നേ ആകെ ഒരു വട്ടം ഞാൻ താലി കഴിച്ചിട്ടുള്ളൂ. അതെൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഞങ്ങൾ മെഹബുള്ളിൽ തന്നെ പോയിട്ടായിരുന്നു. അതിന് ഇത്രയധികം കറികൾ ഉണ്ടായിരുന്നില്ല, കുറച്ചൊരു 3-4 കറി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നോൺ വെജ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഥയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടുത്തെ വെയിലിൻ്റെ ചൂടിൻ്റെയും കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല നട്ടുച്ച നേരമായതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല പുറത്തൊന്നും. റോഡെല്ലാം കാലിയായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവിടുത്തെ ഫാഹിൽ ബസാറിലോട്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ കുറേ നമ്മുടെ മിഠായി തെരുവും കുന്നംകുളമൊക്കെ പോലെ തന്നെ കുറേ കടകളൊക്കെ ചേർന്നുള്ള ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിനും നമ്മൾ നോർമൽ പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ റേറ്റ് കൂടുതലാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കുറച്ചും കൂടെ ഒരു റേറ്റ് കൂട്ടിയിട്ടാണ് ഇവരിവിടെ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും ഇത് വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വടി കണ്ടോ? ഇങ്ങനെ ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടുള്ള ഈ വടിയുടെ യൂസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോൽക്കളിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോലില്ലേ, അതേപോലെ ഇവരുടെ നാട്ടിലുള്ള എന്തോ ഒരു ട്രഡീഷണൽ ഡാൻസിന് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ആ ഒരു വടി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ഒരുപാട് ഡ്രസ്സും ട്രോളിയും ബാഗും എല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് പെറ്റ്സ് ആണ്. ഇതെല്ലാം ഇവരിവിടെ സെല്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോഴിയില്ലേ, കോഴീനെ വരെ ഇവരിവിടെ കൂട്ടിലിട്ട് വെച്ചേക്കുവാണ്.
പെറ്റായിട്ട് വളർത്താനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കിളികൾക്കൊക്കെ ജാതി സൗണ്ടാണ്. ഇവിടെ കിടന്ന് ചുമ്മാ കലപില കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനെൻ്റെ ചെവിയും പൊത്തി അവിടെ നിന്ന് ഇറങ്ങി പോന്നു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ മൈന ഒരു സൈഡിൽ, മൈനക്കുട്ടികൾ വേറെ സൈഡിൽ, എല്ലാത്തിനെയും ഓരോ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു അക്വേറിയത്തിൽ വലിയൊരു മീനുണ്ടായിരുന്നു കേട്ടോ. ആ മീനിന്റെ പേര് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? കോഴിയോ? കോഴി എന്ന് പറഞ്ഞു. आप इंडिया में? आसाम. आसाम. For one. നേരത്തെ കണ്ട വലിയ മീനിന് കുവൈത്തിലെ 3.5 KD അത്. അതായത് നാട്ടിൽ ഒരു 1050 രൂപയൊക്കെ വരും. പിന്നെ ഈ കുപ്പിയിലിട്ട് വെച്ചേക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾക്ക് റേറ്റ് കുറവാണ്. ഇത് മറ്റേ സാധനല്ലേ? ഇതിനെന്താ പറയുമല്ലോ? മറ്റേ കാണാൻ എന്ത് ക്യൂട്ടാല്. ആരാ വെപ്പിച്ച് നോക്കുന്നേ? അവര് എന്താ കാട്ടുന്നേ? അപ്പുറത്തും ഇപ്പുറത്ത് നെയ്ബേഴ്സ് ഇത് സംസാരിക്കുകയാണോ? ഇതെന്നെ സർക്കസോ? കാണാൻ എന്നെ ക്യൂട്ടാ. അതാ വീണു. ഇവരെന്താ ശാന്ത സ്വഭാവരാണോ? മിനിസ്റ്റർക്കാരെ പിടിച്ചോണ്ട് പോവോ? ഞാൻ ആദ്യമായിട്ടാണ് ആമേനെ കൈ പിടിക്കുന്നത്. കയ്യിലൊക്കെ പേടിയോ? ഇതെല്ലാണ് ആമ. ഞാൻ ഏറ്റവും ചെറുത് കുഞ്ഞനാമ. തല മാന്തി കൊടുക്കണം. പിന്നല്ലാതെ ഉപയോഗിക്കാൻ എനിക്കറിയുന്ന വിചാരിച്ചിട്ടായിരിക്കും തന്നത്. ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല ഗായ്സ്. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടൊരു ഹാൻഡ് ബാഗിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ബാഗുള്ള സ്ഥിതിക്ക് എന്തായാലും അതും കൂടെ നോക്കി അവസാനം ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ഒരെണ്ണം എടുത്തു. വെറൈറ്റി ചെരുപ്പാണ് ഗൈസ്. പിന്നെ ബാഹിർ എപ്പോൾ വന്നാലും നമ്മൾ ലുലുവിലും കൂടെ കയറിയിട്ടേ പോകാറുള്ളൂ. നോക്കിയേക്കാം. കുവൈത്തിലെ പ്രധാനപ്പെട്ട 2 ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. ഒന്ന് ഗ്രാൻഡ്, തൊട്ടപ്പുറത്ത് ലുലു ഉണ്ട്, പിന്നെ നെസ്റ്റോ ഉണ്ട്. പക്ഷെ ഇവിടെ നെസ്റ്റോ കുറച്ചങ്ങ് മാറിയിട്ടാണ്. ഒരു ഗ്രാൻഡും പിന്നെ ഇതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ ഇതാണ് മാക്സ്. നമുക്ക് അത്യാവശ്യം നല്ല വല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് എടുക്കാറുള്ളത്, മാക്സിന്നും പിന്നെ ലുലുന്നും. ലുലുവിൻ്റെ ഈ ഒരു സൈഡ് ഫുള്ള് അമ്പലം ചുറ്റുന്ന പോലെ നമ്മൾ ചുറ്റി ഈ സൈഡും കഴിഞ്ഞ് പോയിട്ട് വേണം കയറണമെങ്കിൽ.
കാരണം എല്ലായിടത്തും ഇതിൻ്റെ എൻട്രൻസ് ഇല്ല, ആകെ 2 എൻട്രൻസ് മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം നടന്നിട്ട് നമുക്ക് ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഈവനിങ് ആയപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ കുവൈത്തിലാണെങ്കിൽ ഓരോ സ്ഥലത്തോട്ട് ഓരോ നമ്പറാണ് ബസ്സിന്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട്. അപ്പോൾ X1 എന്നാണ് ഞങ്ങളുടെ നമ്പർ. മെഹബുള്ളയിലോട്ട്, ഫാഹിൽ നിന്ന് മെഹബുള്ളയിലോട്ട് ഡയറക്റ്റ് ബസ് X1 ആണ്. അപ്പോൾ അത് കിട്ടിയ പാടെ നമ്മൾ പിന്നെ അതിനകത്തോട്ട് കയറിയിരുന്നു. പിന്നെ അങ്ങോട്ടേക്കൊരു മാക്സിമം ഒരു 20 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മളവിടെ ഹോസ്റ്റലിലോട്ട് എത്തും. നാളെ ഓഫായ കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് രാത്രി സിനിമ കാണാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ കാണുന്നതിൻ്റെ കൂട്ടത്തിലൊരു ബർഗർ കഴിക്കുന്നൊരു കൊതിയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബർഗറും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.